ഈ നിമിഷം നിങ്ങൾക്ക് മഹാദേവൻ്റെ എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീജുവനേറ്റ് എന്നാണ് പറയുന്നത്. വളരെയധികം ജോലി ചെയ്ത് ക്ഷീണിച്ച് പലതരം ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് തളർന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് ലഭിക്കുന്നത്. നിങ്ങളോട് ഈശ്വരൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു വിശ്രമം നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ സമയത്ത് കഠിനാധ്വാനത്തിന് ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് റീജുവനേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി തകർന്നു പോകാനാണ് സാധ്യത. അടുത്തതായി വന്നിരിക്കുന്നത്, നിങ്ങളോട് സംസാരം കൊണ്ട് ആളുകളുടെ മനസ്സ് കീഴടക്കുക എന്നതാണ്. പലരും ഈ മേഖലയിൽ, കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. നിങ്ങളോട് നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുക. മര്യാദയോടും ബഹുമാനത്തോടും കൂടി മറ്റുള്ളവരോട് സംസാരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച കണ്ടെത്താനാകും എന്നതാണ് സന്ദേശം. സീസ് ദ മൊമെൻറ്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ അവസരം ലഭിക്കും. ഒട്ടും മടിച്ചു നിൽക്കാതെ അത് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. പലതും ഇപ്പോൾ ടെൻഷൻ ഉണ്ടായിരിക്കാം, അത് വിട്ടുകളയുക. ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. അടുത്തതായി വന്നിരിക്കുന്നത് ലോർഡ് ഹനുമാൻ, ഡെഡിക്കേഷൻ. നമുക്കറിയാം, രാമായണത്തിലെ ഹനുമാൻ എത്രയോ ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത്രയും ലോയൽറ്റി, അത്രയും ഇൻറ്റഗ്രിറ്റി, അതുമാതിരി വർക്കിനോട് കൂടുതൽ ഡെഡിക്കേഷനോട് കൂടി നമ്മളുടെ ജോലി ചെയ്യാനാണ് ഈശ്വരൻ്റെ ഉപദേശം. നമ്മൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ വീട്ടമ്മമാരായാലും അവനവൻ്റെ കർമ്മ മേഖലയിൽ നിങ്ങൾ അത്യധികം ഡെഡിക്കേഷനോട് കൂടി ജോലി ചെയ്യണം എന്നതാണ് പ്രപഞ്ചത്തിൻ്റെ അടുത്ത സന്ദേശം. ഒരു കൺഫ്യൂഷനിലുള്ള പലരുടെയും എനർജി ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം വന്നു കഴിഞ്ഞാൽ 2 ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ, ഏത് തിരഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സന്ദേശം.